സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന തൊഴിൽ തട്ടിപ്പുകൾക്കെതിരെ യുവജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പറഞ്ഞു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന തൊഴിൽ തട്ടിപ്പുകൾക്കെതിരെ യുവജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പറഞ്ഞു. ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി കബളിപ്പിക്കുന്ന കേസുകൾ സംസ്ഥാനത്ത് വർദ്ധിച്ചുവരികയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇക്കാര്യത്തിൽ ജാഗരൂകരാവണം. തൊഴിൽ മേഖലകളിൽ നടക്കുന്ന ചൂഷണങ്ങൾ സംബന്ധിച്ച ശാസ്ത്രീയ പഠനം നടത്തി 1 മാസത്തിനകം യുവജന കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യുവജന കമ്മീഷൻ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിനകത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് മികച്ച സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കെ യൂറോപ്പിലെയും മറ്റും നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്ക് ചേക്കേറുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഏജൻസികളുടെ പരസ്യത്തിൽ ആകൃഷ്ടരായി ആസക്തിയോടെ എടുത്തുചാടുകയാണ് യുവജനങ്ങൾ. ഇക്കാര്യത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾക്ക് പിന്തുണ നൽകാൻ പലരും ശ്രമിക്കുന്നതായും ഇത്തരം ശ്രമങ്ങളെ ഗൗരവമായി കണ്ട് കമ്മീഷൻ കേസെടുത്തതായും ചെയർമാൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് യുവജന കമ്മീഷൻ നടത്തുന്ന 2ാമത്തെ പഠനം അത് തൊഴിൽ മേഖലയിലെ മാനസിക ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടാണ്. തൊഴിൽ മേഖലയിൽ വലിയ ചൂഷണം ലോകത്തെമ്പാടും പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് യുവജനങ്ങൾ നേരിടുന്നു എന്നുള്ള പുതിയ സാഹചര്യം രൂപപ്പെടുകയാണ്. നമ്മുടെ സംസ്ഥാനത്തുള്ള അന്ന എന്ന പെൺകുട്ടിയാണ് പൂനെ ഈവയിൽ വെച്ച് മരണപ്പെട്ടത്. ജോലി ഭാരം മൂലമാണ് 26ാമത്തെ വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ ഒരു പെൺകുട്ടി മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ഇപ്പോഴും തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടറിലൊക്കെ വലിയ നിലയിൽ തൊഴിൽ ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യമാണ്. ഒരു തൊഴിൽ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കോർപ്പറേറ്റ് ലാഭത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പുതിയ ലോകത്തിൽ നമ്മുടെ യുവജനങ്ങൾ ചെന്നുപെടുന്ന ഒരു പുതിയ ലോകം നമുക്ക് മുമ്പിൽ സാക്ഷാത്കരിക്കുകയാണ്. ആ ഒരു അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് പൊതുവെ ഇത്തരം കാര്യങ്ങളിലെല്ലാം വലിയ മാതൃകാപരമായ സാമൂഹ്യ മുന്നേറ്റത്തിന് ഭാഗമായ കേരളത്തിൽ നമ്മുടെ ഒരു യുവജന കമ്മീഷൻ സംസ്ഥാനത്തെ യുവജനങ്ങൾ തൊഴിൽ മേഖലയിൽ നേരിടുന്ന വെല്ലുവിളിയെ സംബന്ധിച്ചും മാനസിക സമ്മർദ്ദത്തെ സംബന്ധിച്ചുമുള്ള ശാസ്ത്രീയമായ പഠനത്തിന് തയ്യാറെടുക്കുന്നത്. ആ പഠനം ഈ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കും. അതിന് വേണ്ടുന്ന വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഒരു സ്പെഷ്യൽ ടീമിനെ അതിനുവേണ്ടി ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകർ ഉൾപ്പെടുന്ന സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 1 മാസം കൊണ്ട് പഠനം നടത്തി ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനാണ് യുവജന കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ 23 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 13 പരാതികൾ തീർപ്പാക്കി, 10 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു. പുതിയതായി 8 പരാതികളും ലഭിച്ചു. പള്ളി കമ്മിറ്റി ഭ്രഷ്ട് കൽപ്പിച്ച് തന്റെ കുടുംബത്തെ മഹലിൽ നിന്ന് അകറ്റി നിർത്തുന്നുവെന്ന പരാതിയിൽ ഇരുകൂട്ടരുമായി സംസാരിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കി. ജോലി തട്ടിപ്പ്, PSC റാങ്ക് ലിസ്റ്റ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് പരിഗണിച്ചതിൽ അധികവും. ഭിന്നശേഷി വിദ്യാർത്ഥിയും അധ്യാപകനുമായി ഉണ്ടായ തർക്കം, പോലീസിനെതിരെയുള്ള പരാതി തുടങ്ങിയവയും കമ്മീഷന്റെ പരിഗണനയ്ക്കെത്തി. യുവജന കമ്മീഷൻ അംഗം കെ ഷാജഹാൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ, അസിസ്റ്റന്റ് P അഭിഷേക് തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.